ഹായ് ഹലോ ഫ്രണ്ട്സ്, പഠിച്ചവരെ എന്താ ഞാൻ പറയുക, പെട്ടെന്ന് തന്നെ പാത്രം കാലിയായിട്ട് ഞാൻ ഉണ്ടാക്കിയതേ ഓർമ്മയുള്ളൂ. പക്ഷേ എല്ലാവർക്കും അത് വിളമ്പിക്കഴിഞ്ഞപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ തീർത്തിട്ട് നമുക്കിങ്ങനെ ഉണ്ടാക്കിയത് പെട്ടെന്ന് എല്ലാവരും കഴിച്ച് തീർക്കുമ്പോൾ വല്ലാത്തൊരു സന്തോഷമായിരിക്കും അല്ലേ. അപ്പോൾ ഇത് വളരെ ഹെൽത്തി ആയിട്ടും എളുപ്പത്തിലും നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റിയ, നോമ്പ് തുറക്കണ സമയത്തൊക്കെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കണതൊക്കെ ആയിരിക്കും, എന്നാലും ഞാൻ എങ്ങനെയാണ് ഈ ഒരു ഐറ്റം ഉണ്ടാക്കിയെന്ന് ഒന്ന് കണ്ടു നോക്കിയാലോ. അതിനായിട്ട് ഞാൻ ഇവിടെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ എടുക്കാം കേട്ടോ. ഇന്ന ഫ്രൂട്ട്സ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞാൻ കുറച്ച് ഒരു മാങ്ങ, ആപ്പിള്, പിന്നെ അനാറ്, ഈന്തപ്പഴം, പിന്നെ എന്താ മുന്തിരി, അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. റോബസ്റ്റ് പഴം എടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടെ ഒരു ചെറിയ ബൗളിൽ കുറച്ച് കസ്റ്റാർഡ് പൗഡർ കലക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ നോർമൽ വെള്ളത്തിൽ കട്ടയില്ലാണ്ട് കലക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൽ നട്ട്സും ചേർത്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ചേർക്കാം കേട്ടോ. അപ്പോൾ പിന്നെ കുറച്ച് പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. തിളക്കുന്ന ടൈമിൽ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച കസ്റ്റാർഡിൻ്റെ മിക്സ് അതും കൂടി ചേർത്ത് കൊടുക്കും. ഇത് പെട്ടെന്ന് തന്നെ കുറുകി കിട്ടും കേട്ടോ. അപ്പോൾ കൈ എടുക്കരുത്, പെട്ടെല്ലെങ്കിൽ അടി പിടിക്കും കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം. എന്നിട്ട് കുറുകിയതിന് ശേഷം തീ അത് ഓഫ് ചെയ്യുക കേട്ടോ. ഇത്തിരി തണുക്കാൻ വെക്കാം നമുക്ക്. അപ്പോഴേക്കും വലിയൊരു ബൗൾ എടുക്കുക. അതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച എല്ലാ ഫ്രൂട്ട്സും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിൽ ഞാൻ ഷുഗർ ചേർക്കണില്ല കേട്ടോ. ഇനി നിങ്ങൾക്ക് ഷുഗർ ചേർക്കണമെങ്കിൽ ഷുഗർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എനിക്ക് ഷുഗർ ചേർക്കാണ്ട് ബാക്കി ഉള്ളതിലാണ് ഞാൻ ഷുഗർ ചേർത്തത് കേട്ടോ. എനിക്ക് വേറെ മാറ്റി വെച്ചതിന് ശേഷം ബാക്കിയുള്ളവർക്ക് ഞാൻ ഷുഗർ ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഈ ഉണ്ടാക്കുന്ന ടൈമിൽ ഷുഗർ ചേർക്കണില്ല കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി ഇനി മിക്സ് ചെയ്യുക. നട്ട്സും ചേർത്ത് നമുക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ ഇതിൽ ചേർത്ത് കൊടുക്കട്ടെ. ഞാൻ കുറച്ചിവിടെ അണ്ടിപ്പരിപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കട്ടെ. വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് ഇത് ഉണ്ടാക്കാൻ പറ്റിയതാണ്. ഇതിങ്ങനെ ഉണ്ടാക്കി വെച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇത് കഴിച്ചാൽ തന്നെ വേറെ ഒന്നും വേണ്ട. നോമ്പ് തുറന്നു കഴിഞ്ഞാൽ വേറെ അങ്ങോട്ട് ഫുള്ളാവും കേട്ടോ. ഇപ്പോൾ നമ്മളുടെ നേരത്തെ മിക്സ് ചെറിയ ചൂടുണ്ടായിരുന്നു കേട്ടോ. ചെറിയ ചൂട്ടോട് കൂടിയിട്ട് തന്നെ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യുക. ഇനിയിപ്പോൾ ഷുഗർ വേണ്ട, ഷുഗറിന് പകരം തേൻ വേണമെങ്കിൽ നമുക്ക് തേൻ ചേർത്ത് കൊടുക്കാം കേട്ടോ. എങ്ങനെയായാലും ചേർത്ത് കൊടുക്കുക. ഇതിൽ ഫ്രൂട്ട്സിന് തന്നെ അത്യാവശ്യം നല്ല മധുരം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് മാങ്ങൊക്കെ ഉള്ളതുകൊണ്ട്, മധുരം ഉള്ളതുകൊണ്ട് എനിക്ക് പഞ്ചസാര ചേർത്തിട്ടില്ല കേട്ടോ. ഇപ്പോൾ എല്ലാം നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇവിടെ 2 സാധനം കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. അതിൽ കുറച്ച് സേമിയം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ നേരത്തെ പാലിൽ സേമിയം വേവിച്ച് വെച്ചതാണ് കേട്ടോ. അതൊരു 2 കൈയിലോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് ചേർത്തിട്ടുണ്ട്. പിന്നെ കസ്കസ് അത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ എന്താ പറയുക, നോമ്പ് തുറക്കുന്ന ടൈമിൽ നമുക്ക് നല്ല തണവ്, ശരീരത്തിന് നല്ല തണവ് കിട്ടാനായിട്ട് നല്ല അടിപൊളി ഐറ്റംസ് തന്നെയാണ് കേട്ടോ. കണ്ടാ, ഇതന്നെ ഇപ്പോൾ കാണുമ്പോൾ തന്നെ വേറൊന്നറിയും. ഇതിലെല്ലാം എല്ലാ ഐറ്റംസുകളും ഉണ്ട്. അപ്പോൾ ഇത് കഴിച്ചാൽ മതി, നമ്മളുടെ വയറൊക്കെ ഫുള്ളാവും കേട്ടോ. നല്ല എനർജി ആയിരിക്കും. അപ്പോൾ ഉണ്ടാക്കാത്തവരൊക്കെ ഉണ്ടാക്കി നോക്കാം. ഞങ്ങളുടെ ഇന്നത്തെ നോമ്പ് തുറ സ്പെഷ്യൽ ഇതായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും അടിപൊളിയായിരുന്നു. അപ്പോൾ ഉണ്ടാക്കി നോക്കാം. ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.